ഇതെനിക്ക് തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ ഷൈലജ ടീച്ചറുടെ പ്രാക്കരി അവർ ആറ്റുനോറ്റ് ഓമനിച്ച് കൊണ്ടു നടന്ന ആരോഗ്യവകുപ്പ് ഈ സ്ത്രീ വന്ന് തട്ടിപ്പറിച്ചും മേടിച്ചു. എന്നിട്ട് അന്ന് മുതൽക്ക് ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി. ഈ രാജ്യത്തിൻ്റെ ആരോഗ്യം എൻ്റെ കൈവശത്തിലാണ്, എൻ്റെ സുദൃഢ ഹസ്തങ്ങളിലാണ് ഈ കുടുംബക്ഷേമവും ആരോഗ്യവും സാമൂഹ്യക്ഷേമവും ഒക്കെ ഇരിക്കുന്നത് എന്ന് മേനി നടിച്ച് നടക്കുകയായിരുന്നു. ഇവരെ പോലെ അട്ടർ ഫെയിലിയറായിട്ടൊരു മന്ത്രി സമീപകാലത്ത് പോലും ഉണ്ടായിട്ടില്ല. വീണ ജോർജ് മന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ VS ശിവകുമാർ എത്ര മിടുക്കനായിരുന്ന ആൾക്കാർക്ക് മനസ്സിലായത്. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന മൂപ്പരാനാണ് കേരളം കണ്ട ഏറ്റവും മണ്ണുണ്ടാനായ ആരോഗ്യമന്ത്രി എന്നാണ്. ഇപ്പോൾ പുള്ളി രക്ഷപ്പെട്ടു. ഈ AR മേനോൻ മുതൽക്ക് പല പ്രഗത്ഭന്മാരും ഇരുന്ന കസേരയാണ് ആരോഗ്യമന്ത്രിയുടെ. പക്ഷേ ഇത്ര മോശപ്പെട്ട രീതിയിലേക്ക് ഇവിടെ നിപ്പ വന്നപ്പോഴോ കൊറോണ വന്നപ്പോഴോ അതല്ല പണ്ട് ചിക്കൻ കുനിയ വന്നപ്പോഴോ ഒന്നും ഈ നാട് പോയിട്ടില്ല. അത്ര ദയനീയമായ അവസ്ഥയിലേക്ക് ഈ വീണ ജോർജ് നമ്മുടെ സംസ്ഥാനത്തെയും ആരോഗ്യവകുപ്പിനെ കൊണ്ടുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചപ്പടാച്ചിക്ക് വല്ല കുറവുണ്ടോ? അതൊട്ടില്ല. എന്നാൽ അബദ്ധം പറ്റി, വീഴ്ച പറ്റി, മേലിങ്ങനെ ആവർത്തിക്കാതെ നോക്കാം എന്ന് പറയുന്നതിന് പകരം ഓരോ തവണയും നെഞ്ചു പിടിച്ച് എനിക്കെതിരെ മാധ്യമ കൂടാലോചന, പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന പ്രസിഡന്റും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും എൻ്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. ഇവരെന്തെങ്കിലും ആവശ്യത്തിന് കൊള്ളാമോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നതാണ്. ഈ വീണ ജോർജിനെ പോലെ, ബിന്ദുവിനെ പോലെ, ശിവൻകുട്ടിയെ പോലെ, സജി ചെറിയാനെ പോലെ, ഗുരുവായൂരപ്പോൾ പറയാനാണെങ്കിൽ 20 മന്ത്രിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രഗത്ഭന്മാരായ മന്ത്രിമാർ, മരുമോനെ ഞാൻ പറഞ്ഞല്ല കേട്ടോ, പുള്ളിയുടെ നിസ്തുലമായ സംഭാവനകൾ നമ്മൾ പല പ്രാവശ്യം എണ്ണി പറഞ്ഞതാണ്. ഇതുപോലെയുള്ള മന്ത്രിമാരാണ് ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണഭൂതത്തിന് പ്രായമായി, അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവ് കുറേശ്ശെ ബാധിക്കാൻ തുടങ്ങിയ സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ എന്താ ഇതുപോലുള്ള മിടുക്കന്മാരായിട്ട് മന്ത്രിമാരുണ്ട്. മിടുക്കന്മാരും മിടുക്കികളുമായ ഒരുപാട് മന്ത്രിമാരിങ്ങനെ 20 പേര് തെക്ക് വടക്ക് ചീറിപ്പാഞ്ഞ് നടക്കുക. ഇവരെ കൊണ്ട് നാട്ടുകാർക്കും ഒരു ഗുണമില്ല, നാടിനും ഗുണമില്ല, പാർട്ടിക്കാർക്കും പാർട്ടി സഖാക്കൾക്കും പിന്നെ ഇവരുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അല്ലാണ്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? യാതൊരു പ്രയോജനമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.